ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഹിന്ദിയിലെ നാളത്തെ എക്സാമിന് വേണ്ട എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ 10 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച്, അതായത് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ദിവസം എല്ലാ സബ്ജക്റ്റും കൂടിയിട്ട് മോഡൽ എക്സാമിന് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രമാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മിസ് കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. മാത്രമല്ല ഈ ഒരു നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കയറാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പാഠം മാതൃഭൂമിയാണ്. നമുക്ക് ഏകദേശം ഒരു 12 പാഠങ്ങളോളം 4 യൂണിറ്റുകളായിട്ട് പഠിക്കാനായിട്ടുണ്ട്. മാതൃഭൂമി എന്ന് പറഞ്ഞൊരു കവിതയാണ്. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആണ് കവിത. പ്രസിദ്ധമായൊരു കവിയാണ് അദ്ദേഹം ഇതിൽ സ്വന്തം ജന്മഭൂമിയുടെ സ്ഥാനം അമ്മയ്ക്ക് നൽകിയിട്ട് സ്വന്തം ജീവൻ പോലും ജന്മഭൂമിക്ക് വേണ്ടി നൽകാനായിട്ട് തയ്യാറാവുകയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണുന്നത്. അപ്പൊ ഇതില് നമുക്കിടയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് മാതൃഭൂമിയെ അദ്ദേഹത്തിൽ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒരുപാട് വർണ്ണനകളുണ്ട്. അതായത് നദി എന്ന് പറയുന്നത് അതവിടെ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിക വർണ്ണൻ കർത്തേ ഹുയെ കവി കർത്തേ ഹേ കി ഉസ്കെ ഹരിയാലി നീലാകാംക്ഷ വസ്ത്ര തരഹ് ചോപിത് ഹേ. അതുപോലെ തന്നെ സൂര്യചന്ദ്ര മുകുട് കി തരഹ്, അതുപോലെ തന്നെ സാഗർ കർദാനി ഹേ, നദിയാം പ്രവാഹ ഹേ, प्रेम का प्रवाह है, फूल आभूषण है, पक्षियां स्तुतिगीत गाते हैं, भूषण सिंहासन है, बादलों पानी बरसाकर अभिषेक करते हैं, മാതൃഭൂമി ഈശ്വർ കെ സഗുണ സാഗർ മൂർത്തി. അതായത് ഇതിൽ നീലാകാശം എന്ന് പറയുന്നത് എന്താ പറയാ, നീലാകാശം വസ്ത്രമാണെന്നാണ് പറയുന്നത്. സൂര്യചന്ദ്രന്മാരും മുകുടങ്ങളാണ്, അത് അരഞ്ഞാണാണ്. സമുദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രേമപ്രവാഹങ്ങളാണ്. പൂക്കളും നക്ഷത്രങ്ങളൊക്കെ ആഭരണങ്ങളാണ് ജന്മഭൂമിയുടെ. പിന്നെ സിംഹാസനുണ്ട്. ശേഷഫണം എന്ന് പറയുന്നത് സിംഹാസനാണ്. അഭിഷേകം ചെയ്യുന്നത് മേഘമാണ്. അങ്ങനെ ഒരുപാട് ഈശ്വരന്റെ ഒരു മൂർത്തി രൂപമാണ് നമ്മുടെ മാതൃഭൂമി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇതിലിവിടെ മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ബച്പൻ, അതായത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു 6 വയസ്സാവുമ്പോൾ പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾ പോകുമ്പോൾ ഒരു കൂട്ടം കൊക്കുകളെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അദ്ദേഹം ബോധരഹിതനായിട്ട് വീണിട്ട് പിന്നീട് അനിർജീവമായ ഒരു സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ബച്പനിലുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവം ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അതായത് ലോട്ട് കർക്കെ ബഡേ ഹേ ഗുഡനെ കെ ബൽ पर ये हम सरक सरक कर पैरों पर गड़ा रहना सीखा बचपन से ही उसने श्री രാമകൃഷ്ണൻ പരമഹംസം ജैसे सब सुख पाए. അതായത് രാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ദിവസം പാടത്ത് കളിക്കുമ്പോൾ അനുഭവമാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൽ ആസ്വാദന ടിപ്പണിയാണ് മെയിനായിട്ട്. മാതൃഭൂമി ക വർണ്ണൻ കർത്തേ ഹോയെ കവി കഹത്തേ ഹേക്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ മാതൃഭൂമിയുടെ അദ്ദേഹം വർണ്ണിച്ച കാര്യങ്ങൾ ചെയ്ത് അതിന് മുന്നേ ആദ്യമായിട്ട് ദ്വിതീയ യുഗ കെ പ്രതിഭാശാലി കവി ഹേ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത്. അതായത് ദ്വിതീയ കവിതകളുടെ ഒരു പ്രതിഭാശാലിയാണ് മൈഥിലി ശരൺ ഗുപ്ത്. മാതൃഭൂമി ഉസ്കി പ്രസിദ്ധ കവിത ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫ് മാതൃഭൂമി ജന്മഭൂമിയിൽ അദ്ദേഹം വർണ്ണിച്ചതാണ് എഴുതിയിരിക്കുന്നത്. മിസ് ഓൾറെഡി പറഞ്ഞു. ജന്മഭൂമി സെ കവി കെ ബച്പൻ ക സംബന്ധ വ്യക്ത് കർത്തേ ഹുയി കവി കഹത്തേ ഹേക്ക്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത് ബച്പനിലെ അനുഭവമാണ്. പിന്നെ ആകെ കവി കഹത്തേ ഹേക്ക് ജോ സുഖ ശാന്തി ഹംനെ ഭോഗ് രഹേ വേ സബ് മാതൃഭൂമി के दिन ये तुमसे किए हुए अपकारों का बादल देने मुश्किल है. അതായത് ഇവിടെ അദ്ദേഹം ലാസ്റ്റ് ഫൈനൽ അദ്ദേഹം പറയുന്നത് മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്നാണ്. അപ്പോൾ ഈ ഒരു ആസ്വാദന ടിപ്പണി പഠിക്കുക. ഇത് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് പോലെ ലൈൻ തന്നിട്ട് ക്വസ്റ്റ്യൻ തരാം. പിന്നെ എന്തൊക്കെ വിശേഷണങ്ങളാണ് കവിതയ്ക്ക് കൊടുത്തേക്കുന്നൊക്കെ തരാം കേട്ടോ. അടുത്തതാണ് ജവാബി പത്ര. ഇവിടെ മെയിനായിട്ട് ഒരു എന്താ പറയാ, ഒരു ദില്ലിയിലെ ഒരു മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ തടങ്കലിലാക്കിയിട്ട് റംഗൂണിലേക്ക് നാട് കടത്താണ്. അവിടെ മകൾ ദില്ലിയിലെ ബ്രിട്ടീഷുകാരുടെ തടങ്കലിലാണ്. അവിടെ വെച്ചിട്ട് കത്ത് അയക്കുന്ന ഒരു ജവാബി പത്രം, അതായത് ചക്രവർത്തിക്ക് മകൾ അയച്ച മറുപടി കത്താണിത്. അപ്പം അതിന് മുന്നേ അച്ഛൻ മോൾക്ക് കത്ത് അയച്ചിട്ടുണ്ടാവണല്ലോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബഹദൂർ ഷാ സഫറിൻ്റെ
ചരിത്രപര ടിപ്പണി പഠിക്കാം. അദ്ദേഹത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ബഹദൂർ ഷാ സഫർ എന്ന് പറഞ്ഞാൽ ദില്ലിയിലെ അന്തിമ മുഗൾ ശാസകമായിരുന്നു. പിന്നെ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചപ്പോൾ റംഗൂണിലേക്ക് നാട് കടത്തിയ കഥയൊക്കെ എഴുതാം. പിന്നെ പരിവാറോ മോർ പ്രജാക്കി പ്രതി ഗാഹർ പറഞ്ഞ ഒരുപാട് സ്നേഹമാണ് കുടുംബത്തിനോടും നാടിനോടും. പിന്നെ ശാന്തിപ്രിയനാണ്. ഈശ്വർ ഏവം ധർമ്മസെ ആസ്വാദ് രഖ്നെ വാലെ, അതുപോലെ തന്നെ സഹാനുഭൂതിയുള്ള ആളാണ്, പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കാം. പിന്നെ ആ ഒരു ഡയറി അന്നത്തെ ദിവസം ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആസ്വാദന ടിപ്പണി പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു ദിവസം, അതായത് ആ ഒരു കത്ത് വായിച്ച ശേഷം ബഹദൂർ ഷാ സഫറിൻ്റെ അന്നത്തെ രാത്രിത്തെ ഡയറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആജ് കത്ത് മില കത്ത് നെഹി മേരി പ്യാരി കി ആംസു ഭരി വാണി ഹെ, बेटे ने पढ़कर सुनाया एक बार नहीं, 2 बार नहीं, 3 बार, सांत्वन नहीं मिला, आंसुओं से भीगी आंखें, कुछ देरे आंखें के कुछ नहीं देख सका, फिर बेटा को रोते देखा. അതായത് കുറച്ച് കത്ത് കിട്ടി, കത്തായിരുന്നില്ല ശരിക്കും, അത് ശരിക്കും സ്നേഹത്തിൻ്റെ കണ്ണീരായിരുന്നു. അതുപോലെ തന്നെ 1 വട്ടമല്ല 2 വട്ടമല്ല 3 തവണയല്ല ഞാൻ വായിച്ചത്. അതിനുശേഷം എൻ്റെ കണ്ണുകൾ കൊണ്ട് കുറച്ച് നേരം ഒന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. അതിലെൻ്റെ മകളുടെ വിഷമാണ് വരുന്നത് എന്നൊക്കെയാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവമാണ് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബേട്ടിക്ക് അവസ്ഥ അബ് കൈസേ ഹോ ഗയാ, മോളുടെ അവസ്ഥ എപ്പോഴെന്ന് എനിക്കറിയില്ല. ഏക് ബാർ ദേഖ്നേക്ക് ഇച്ഛാദി, ഒരു തവണ അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഫിർ കൈസേ, എങ്ങനെയാണ്, അപ്നെ യാ ഗർവാലോക്കെ ബാരെ മേ കുച്ച് നെഹി ലിഖാ താ ഫിർ ബി വഹ് പങ്ക്തിയം, അതായത് വീട്ടിലെ കുറിച്ചിട്ടൊന്നും അതിൽ എഴുതിയിട്ടില്ല. അതുപോലെ ദില്ലി വാസിയോക്കെ ഹാലത്ത് എങ്ങനെയാണ്, ദില്ലിയിലത്തെ ആൾക്കാരുടെ ഹാലത്ത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ കുറച്ച് ലൈൻസുകൾ നിങ്ങളിവിടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ പിന്നെ ലാസ്റ്റ് ബേട്ടിക്ക് ദർദ് ഭരി വാണി മേനെ ബാർ ബാർ സുന ജവാബ് ബി ലിഖ ലേക്കിൻ കൈസെ യഹ് ബേട്ടി തക് പഹുഞ്ചായെങ്കി, അതായത് ഞാനിതിനെതിരെ മോൾക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ അങ്ങോട്ട് എത്താന്ന് അറിയില്ല. കഫൻ ജയ്സെ ഇസ് മക്കാനി മീം റേക്കർ ഷായദ് യഹ് മേരി അന്തിമ ശബ്ദ ഹോക, ചിലപ്പോൾ ഇതിലാവും എൻ്റെ അന്തിമമായിട്ടുള്ള ശബ്ദം ഇതായിരിക്കാം. കിസി തരഫ് ബേട്ടേക്ക തക് യഹ് പഹുഞ്ചനായ ഈശ്വർ ഹി രക്ഷ, ഈശ്വരൻ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഓക്കെ, ഇനി 3ാമത്തെ ചാപ്റ്ററാണ്. അതൊരു ഭാഷണമാണ്, സ്പീച്ചാണ്, മേരെ ഭാരതവാസിയം. അതായത് നമ്മൾ ഓഗസ്റ്റ് 14 നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗമാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരുപാട് പീഡിതരായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ വർഷം പഹലെ ദിയാ ഗയ ബച്ചൻ നിഭാനെ കാ സമയ ആ ഗയായി, അതായത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രഭാതം കാണുന്നതിനായിട്ടുള്ള ഒരു സമയമായിരിക്കുന്നു. ആജ് രാത് 12 ബജെ ഭാരത് സ്വതന്ത്ര കെ നയി സുബഹ് കെ 7-8 ഉടേക, 12 മണിക്ക് ശേഷം നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതമാണ് കാണുന്നത്. ശോഷിത് ദേശ കെ ആത്മ അപ്നി ബാത് കർനെ കാലെ ഇസ് സംयोग में हम ഭാരി മാനവത കി സേവ കെ ലിയെ പ്രതിജ്ഞ ലേ രഹി, അതായത് ഇതിൽ നമ്മൾ ഒരുപാട് പുതിയ ഒരു യുഗത്തിലേക്ക് കടക്കുമ്പോൾ വർഷങ്ങളായി ചൂഷണം ചെയ്യപ്പെട്ട ഒരു ആത്മാവ് സ്വന്തം കാര്യം തുറന്ന് പറയാൻ തുടങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മൾ ലോക മാനവതയ്ക്ക് വേണ്ടി പോലും സേവനം ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൽ പറയുന്നത്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് 2-3 സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കുക. അതായത് എന്താണ് ഭാരതത്തിൻ്റെ സ്വപ്നം എന്നുള്ളത്, അതായത് ഭവിഷ്യമേ ഹമേ അപ്നെ വചൻ കോ ദഹ്റാക്കർ ദേശ കാ സേവ കർത്തേ, അതായത് ദേശത്തിൻ്റെ സേവനം നമ്മളിവിടെ നേടണം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കാണാം, സംക്ഷേപണമാണ്, ഒരു പാരഗ്രാഫൊക്കെ തന്ന് ചുരുക്കി എഴുതാന്നുള്ളത്. പിന്നെ ഇന്നത്തെ രാഷ്ട്രത്തിൽ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റുക, ശാന്തി, സ്വതന്ത്രത, ഇതൊക്കെയാണ് നമ്മൾ ശാന്തി, സ്വതന്ത്രത, സമൃദ്ധി ഓർ വിനാശ് അവിഭാജ്യ ഹേ, സ്വതന്ത്രത ഭാരതാക്കി മഹാൻ ഹേ ജഹാ മുസ്കി സാരെ ബച്ചി യേസക്കെ. അതായത് ഈ പാഠത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ സ്പീച്ചിൽ നിന്ന് തന്നെ 2-3 സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, അത്ര മതി ഈ ഒരു പാഠത്തിൽ നിന്ന്. അടുത്തതാണ് സൂര്യനാം കെ പഹലെ ദിൻ എന്ന് പറഞ്ഞിട്ട് സഫർനാമ ഹിമാംശു ജോഷിയുടെ. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു യാത്രാ വിവരണമാണ്. ഹിമാംശു ജോഷി ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സൂര്യനാം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക
അനുഭവങ്ങളൊക്കെയാണ്, യാത്രാ വിവരണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറി ആവാം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായ സംഭവങ്ങളാവാം. അതായത് ഹിന്ദിയുടെ ലേഖകനാണ്. അതുപോലെ തന്നെ അവിടെ എവിടെയായിരുന്നു, ഹിന്ദി ഭാഷയിൽ എവിടെയായിരുന്നു അദ്ദേഹം ഇതിന് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. മാത്രമല്ല ചിലപ്പോൾ നമുക്കിതിൻ്റെ സംക്ഷേപണമായിട്ടോ ചോദിക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു സുർദാസ്കിൻ്റെ ഒരു പട്ടാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഈ പാഠത്തിൽ നമുക്ക് ലാസ്റ്റ് പോസ്റ്ററും അതുപോലെ തന്നെ നോട്ടീസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇവിടെ നോക്കാം, അടുത്ത പാഠത്തിലേക്ക് പോവാം. ഇവിടെ സുർദാസ് കൃഷ്ണൻ്റെ ഒരു കവ്യാണ്, കവിയാണ് അദ്ദേഹം. ഉനकी പ്രമുഖ രചന സുർസാഗർ കി ബില്ലിലിയാം വാത്സ്യവർണ്ണൻ കെ ഉത്തമ ഉദാഹരണം. അതായത് വാത്സല്യപൂർണമായ ഒരു കൃഷ്ണഭക്തി ശാഖയിലെ ഒരു കവിയാണ് അദ്ദേഹം, സുർദാസ് എന്ന് പറഞ്ഞത്. ഇവിടെ 2 പദ്യമാണ്. പദ്യം എന്ന് വെച്ചാൽ പദ്യം പോലത്തതാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ബാലലീലയാണ്, പിന്നെ കൃഷ്ണന്റെ ഗോപികമാരുടെ പ്രേമത്തെ കുറിച്ചാണ് 2ാമത്തെ സെക്ഷൻ. ഇവിടെ മെയിനായിട്ട് ബാലലീലയാണ് നിങ്ങൾ എഴുതി വെക്കണേ. ബാലക കൃഷ്ണക്ക് ദുഃഖ് കെ ദംതിയാം ദേക്കർ മാതാപിത അത്യധിക ഖുഷ് ഹുവേ. അതായത് കൃഷ്ണന്റെ അതായത് സ്വന്തം പുത്രന്റെ സുന്ദരമുഖം കണ്ടിട്ട് മാതാപിത എന്ന് വെച്ചാൽ യശോദയൊക്കെ ഒരുപാട് ചിരിക്കുന്ന, സ്വയം മറന്ന് ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റത്തെ പാട്ടിലുള്ളത് കേട്ടോ. अपने पुत्र के मोहक चेहरा देखकर यशोदा प्रसन्न हुई, पुत्र की दुधियों दाम तोम के देखने हैं यशोदा माम अपने आप को भूल जाती है, अपने पति नंद के बुलाकर पुत्र का सुंदर मुगदाई रूप देखने के कहते हैं. वे कहते हैं कि पुत्र के छोटे छोटे दुधियों दांतें के देखने നയനോം കേലിയെ സുഖദായക. അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അതായത് കൃഷ്ണൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലെ കൃഷ്ണൻ്റെ കുറേ എന്താ പറയുക പാൽപ്പല്ലുകൾ കണ്ടിട്ട്, പാൽപ്പല്ലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പാൽപ്പല്ലുകൾ കണ്ടിട്ട്, പാൽപ്പല്ല് ദൂത്തിക്ക് ദന്ത്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ധൂംതിക്ക് ദന്ത്യ എന്ന് പറയുന്നതാണ് പാൽപ്പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടോ, ധൂംതിക്ക് ദന്ത്യ. അത് കണ്ടിട്ട് യശോദ നന്ദകുമാരനെ വിളിച്ചിട്ട്, ഭർത്താവായ നന്ദഗോപനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ചിരിയും കുട്ടികളുടെ ചിരിയൊക്കെ കാണുമ്പോൾ സന്തോഷം നിറയുന്നു. പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ പല്ലുകൾ കാണുമ്പോൾ അതായത് താമരയിൽ ഇടിമിന്നൽ പിടരുന്ന പോലെ എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ നെക്സ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും കൃഷ്ണൻ്റെ മുഖത്തിനെ കുറിച്ചിട്ടും ദാന്ത് ബിജ്ലിനെ കുറിച്ചിട്ടും അത് നന്നായി നോക്കുക. കൃഷ്ണക മുഖ കമൽ കെ സാമനെ ദാന്ത് ബിജ്ലി കെ സാമനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ കണ്ടെടുക്കുക. അപ്പം അത്ര മതി, എൻ്റെ ആസ്വാദന ടിപ്പണി അത്രയും മതിയാവും കേട്ടോ. കൃഷ്ണഭക്തനാണ് അദ്ദേഹം. അപ്പോൾ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചാലായിട്ട് കിട്ടണം. അടുത്തത് ഫിൽമി ഗീതാണ്. ഫിൽമി ഗീത് എന്ന് പറയുമ്പോൾ ഹിന്ദി ഭാഷയിൽ വേഗത കൂട്ടാൻ വേണ്ടി ഹിന്ദി സിനിമ പാട്ടുകളൊക്കെ ഒരുപാട് സ്ഥാനം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഫിൽമി ഗീതാണ് നമുക്ക് അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. യേ ദോസ്തി എന്ന് പറഞ്ഞാണ് ആസ്വാദന ടിപ്പണി പഠിക്കാം. ഇവിടെ രമേശ് സിപ്പി ആരാണ് എഴുതിയെന്ന് പഠിക്കാം കേട്ടോ. ദോസ്തി ഫിൽമി ഗീതാണ്. രമേശ് സിപ്പിക്ക് निर्देशन में बनी शोले हिंदी के सर्वकालीन बेहदायम फिल्में के एक है. इस फिल्म का लोकप्रिय गीत है ये दोस्ती. आनंद बक्की द्वारा रचित इस गीत के संगीतकार और टी बर्मन है. फिल्म के 2 मुख्य पात्र वीरू जय के लिए കിഷോർ കുമാർ, അതായത് സിനിമയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദോസ്തിൻ്റെ സ്ഥാനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദോസ്തി നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവണ പാട്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ദോസ്തി എന്ന് പറഞ്ഞ ഒരു ഫിൽമി ഗീതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കാൻ മതിയാവും. ഇവിടെ നമുക്ക് മേ ബി ചിലപ്പോൾ ഇതിൻ്റെ വല്ല ലൈൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. ഇവിടെ ഒരു ആത്മകഥാംശമാണ്. ആത്മകഥാംശ എഴുതിയിട്ടുള്ളത് ഏകാന്ത് ശ്രീവാസ്തവാണ്. അതായത് ആത്മകഥയുടെ ഒരു ഭൂമി, ഒരു സ്ലേറ്റിൻ്റെ പേരാണ് ഭൂമി. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഭൂമി വിൽപ്പന ചെയ്യുന്ന ഒരു പിതാവിൻ്റെ വിവശതയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 വേർപാടുകളുണ്ട്, മകളുടെയും ഭൂമിയുടെയും വേർപാടുകൾ ഇവിടെ വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് ദിദി എന്ന് പറയുന്നത് ദീദി എന്ന് പറയണ ഒരു ആസ്വാദന ടിപ്പണി, അതായത് ചരിത്ര ടിപ്പണി മേ ബി വരാം.
ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ അവരുടെ സവിശേഷതകളാണ് എഴുതിയത്. അതിനു മുന്നേ പിതാജി ദീദിയാണ് ഇവിടുത്തെ പ്രമുഖ കഥാപാത്രങ്ങൾ. ലേഖകി ബഹക്ക് ഷാദി കെ ലിയെ ജമീനെ ബേച്ചനെ മേ വിവശ് പിതാക്കി പീഡാക്ക വർണ്ണൻ ഹുവ. അതായത് മകളുടെ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഹൃദയം പറിച്ചെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിവശതയും അവിടെ പറയുന്നുണ്ട്. രണ്ട് വേർപാടുകൾ, മകൾ വേർപിരിയുന്നു, ഭൂമിയും വേർപിരിയുന്നു. പിതാക്കേലി വഹ ജമീൻ അപ്പനെ ഹൃദയിക്ക ടുക്കടാഹി, അതായത് ഹൃദയം മുറിഞ്ഞു പോകുന്ന ഒരു വേദനയാണ്. അതുപോലെ തന്നെ രാജശ്രീക്ക് പൂർവ്വ പതിക്കോ അപ്പനി ജമീൻ ദേഖനേക്ക് ഇച്ഛ ഹോത്തി ഹേ. ഇതൊക്കെ നമുക്ക് ആ പിതാജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രമുഖമായ കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ദീദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മകഥയിലെ ജമീൻ കെ ഏക സ്ലേറ്റ് കാ നാം ഹേ, അതായത് സ്ലേറ്റിൻ്റെ പേരാണ് दीदी എന്ന് പറയുന്നത്. वह लेखक के बहन है. यह आत्मकथांश दीदी के शादी के लिए और उसके लिए जमीन बेचने में विवश पिता के दुख की कहानी बता रहे. ഈ ദീദിയുടെ കല്യാണം കഴിഞ്ഞ് മകൾ വേർപിരിയുന്ന ആ ഒരു സമയത്താണ്, അതിന് വേണ്ടിയിട്ടാണ് ദീദീനെ ഇവിടെ അദ്ദേഹം ഈ കഥാപാത്രമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ദീദി. പിന്നീട് നമ്മൾ ഇവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ബേട്ടിക്ക് ഡയറി വേണമെങ്കിൽ നമുക്ക് വരാം. ശാന്തിക്ക് ദിനാകെ, അതായത് കല്യാണത്തിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇതും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കണം. കേവൽ ദോ ചാർ ദിൻ ഹേ അബ് മൻ സംഘർഷ ഹുവേ വിവാഹ മണ്ഡഹ, അതുപോലെ തന്നെ निमरना आदि पारिभाषिक तैयारियों के चुकी है. महीने वाले से भरा हुए विदाई के लिए मेरे भाई माता पिता के गहरे प्यार का അനുഭവ करती है. അതായത് ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു വിഷമോ, മാതാപിതാക്ക് ബഹനും അതുപോലെ തന്നെ വഹ ജീവൻ കേസേ പോയി അവരെങ്ങനെ ജീവിക്കും, മാലൂനേഹിം ഈശ്വർക്ക് രക്ഷ, ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കവിതയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഇത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇംഗ്ലീഷ് വേർഡ്സുകൾ ഹിന്ദിയിലാവുന്നത് വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് നമ്മൾ നോക്കും. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഡോക്ടർ ജെ ബാബു എഴുതിയ സ്വപ്നത്തിൽ പോലും എന്ന കവിതയുടെ ഒരു തൊഴിലാളി സ്ത്രീയുടെ ചിത്രം വരച്ച് കാട്ടുന്നതാണ്. ഒരു കുടിലിൽ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് സ്വപ്നം കാണുന്നതും ബാങ്കിലെ നോട്ടീസ് ഒരു ഭീഷണി പോലെ വന്നിട്ട് സ്വപ്നത്തിലേക്ക് എത്തുന്നതും ദരിദ്രർക്ക് സ്വപ്നം കാണാൻ അവകാശമില്ല എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, കവിതയുടെ സാരാംശം നോക്കി നോക്കാം. ഇവിടെ എല്ലാ കവിതയുടെയും ആസ്വാദന ടിപ്പണി ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അതായത് ഹിന്ദി ഇത്തർ പ്രദേശവും കി ഹിന്ദി സാഹിത്യകാരോം കി പ്രമുഖ ഹേ ഡോക്ടർ ജെ ബാബു. സപ്നേക്ക ബി ഹക്ക് നെഹിം, അതായത് സ്വപ്നം കാണാനുള്ള അവകാശം ഇല്ല, അല്ലെങ്കിൽ സ്വപ്നത്തിന് നമുക്ക് പ്രത്യേകം ഭാഷയില്ല, ജാതിയില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നല്ല, സ്വപ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണിത്. ഇവിടെ ഗരീബി മസ്ദൂറിൻ अपने बच्चों के साथ एक कमरे वाले टोपड़ी में रहते हैं. रात में बच्चों के से जाने पर वह अपने मन रूबी दीवार पर एक विशाल घर का चित्र ഗീഞ്ചതേ ജോ ഉസ്ക സ്വപ്ന ഭവന്ത, അതായത് സ്വപ്നത്തിലൊരു വലിയൊരു വീട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവിടെ എന്ത് വരികയാണ്, അവിടെ ബാങ്കിൽ നിന്നുള്ള നോട്ടീസൊക്കെ വന്നിട്ട് സ്വപ്നം അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ് കവിത കേട്ടോ. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തതാണ് കഹാനി മുർഗി അല്ലെങ്കിൽ ബുലാക്കി. ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് അവരുടെ അമ്മ മരിച്ചു പോയിട്ട് അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ രാജേന്ദ്രയുടെ വീട്ടിലിരുന്നു. വിവാഹശേഷം 6 മാസത്തിനുള്ളിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് വീണ്ടും രാജേന്ദ്രയുടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. അവിടെ സ്ത്രീത്വം രക്ഷിക്കുവാൻ ജീവിതകാലം മുഴുവൻ അലഞ്ഞു തിരിയുന്ന ഒരു ഗ്രാമീണ യുവതിയുടെ സംഘർഷങ്ങളാണ് നമുക്ക് ഈ കവിതയിൽ കാണാനായി സാധിക്കുക. ഇവിടെ പ്രമുഖ പാത്രങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ മുർഗി, കുമാർ കി മാം, 3 പേരാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ മുർഗിയുടെ പിത, അതുപോലെ പതി, ദയാലു വ്യക്തി ആദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ചരിത്ര ചിത്രണം കഴിക്കാം. മുർഗിയുടെ ചരിത്ര പട്ടിപ്പണി ശരിക്കും പഠിക്കാം. അമൃത പ്രീതം ക കഹാനി മുർഗി और बुलाकी के प्रमुख कथापात्र है. मुर्गिയുടെ മെയിൻ കഥാപാത്രമാണ്. एक भर्तहीन लड़की अपनी बेटी के सुरक्षा के लिए उसके पिताजी ने उसे രാജ്വന്തി മാം के यहाँ ले आया. അതായത് പിതാജി അടുത്തുള്ള തൊട്ട് നമുക്ക് രാജ്വന്തി മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച്
അവിടെ സ്ത്രീകൾ ഒരുപാട് നിലാരംബലായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ്. അവിടെ മുറുകിയുടെ വിവാഹം കഴിഞ്ഞ് അവിടെ കല്യാണത്തിന് മുന്നേ തന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് രാജ്വന്തി അമ്മ എന്ന് പറയുമ്പോൾ തിരിച്ച് അമ്മ എന്നെ നോക്കാനായിട്ട് തിരിച്ചു വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തിരിച്ചു വരുന്നു. ഉസ്ക അസലി നാം കിസി കോ ന മാനത്തെ ഹുയെ മുർഗി ഓർ ബുലാക്കി നാം രാജ്വന്തി മാംനെ രഖേദെ. അതായത് ഇവിടെ മുർഗി ഓർ ബുലാക്കി എന്ന് പറഞ്ഞ പേരാണ് വിളിക്കുന്നത്. സാഹസി ഓർ ധൈര്യശാലിയാണ്, ഈമാൻദാരിയാണ്, സമജ്ദാരിയാണ്, ആത്മാഭിമാനിയാണ്. കഹാനി മേം ഏക് മാതൃഹീന ലഡ്കി കോ ദർശിത ഹെ ഏക് ഗർമേം ബച്ചയ്ക്ക് ദേശവാലി. അതായത് പിന്നീട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. ഉസി ഗർമേ സബ്കെ പ്രിയത വഹ് മാതൃഹീന ലടുക്കി. ഒരു അഭിമാനിയും അതുപോലെ തന്നെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാവുന്ന ഒരു സ്ത്രീ തന്നെയാണ് മുറുക്കി എന്ന് പറയുന്നത്. രാജ്വാന്തി മാ എന്ന് പറയുന്നത് അമൃത പ്രീതം കെ പ്രസിദ്ധ കഹാനിക്ക് വേറൊരു കഥാപാത്രമാണ്. ഇവിടെ സ്നേഹബയി മാ ആണ്. ദയ, മമത, മാതൃസഹാൻ ഗുണം എല്ലാം ഈ ഒരു അമ്മയ്ക്കുണ്ട്. പരോപകാരിയാണ്, ആശ്രയദാലിയാണ്, പ്യാർ, മമത, കരുണ, സഹാനുഭൂതിയൊക്കെയാണ് ഈ അമ്മയിലുള്ളത് കേട്ടോ. കുമാർ എന്ന് പറയുന്നത് എന്താ പറയുക, ബേട്ട, ദയാലു ആണ്. അതായത് ആജ്ഞാകാരിയുടെ ബേട്ടയാണ്, ദയാലു ആണ്, പ്യാരിയാണ്. മാത്രമല്ല സമജ്ദാറും പ്യാറും ആജ്ഞാകാരിയൊക്കെയാണ്. അതായത് ഓരോരുത്തരുടെ ക്യാരക്ടർ സ്കെച്ചുകൾ അവിടെ പഠിച്ചു വയ്ക്കാം. ഇനി ഇവിടെ ബുലാക്കിയുടെ ആത്മകഥാംശം, അതായത് പുതിയൊരു ജന്മം കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സ്ത്രീ അതിൽ പറയുന്നത് എന്നൊരു ആത്മകഥാംശമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും കേട്ടോ. അടുത്തത് ഹൈക്കു. ഹൈക്കു എന്ന് പറയുന്നത് ചെറിയ കവിതയാണ്. അതായത് ജപ്പാനിൽ എഴുതുന്ന ചെറിയ കവിതയെ ഹൈക്കു ഇപ്പം ഹിന്ദിയിലും എഴുതപ്പെടുന്നുണ്ട്. അതായത് കവിത ചെറുതായാലും വലുതായാലും അതിൻ്റെ സംവേദനക്ഷമതയ്ക്കനുസരിച്ചാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഹൈക്കു എന്ന് പറഞ്ഞ ജപ്പാനിലെ കവിത നമുക്ക് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ 3 ഇതാണുള്ളത്. ഒരു 6 സെക്ഷനായിട്ടാണ് ഹൈക്കു ലൈനുകൾ തിരിച്ചിരിക്കുന്നത്. ഇത് മെയിനായിട്ട് ചെറിയ കവിതകളാണ്. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു വിത്തിനെ, ഭൂമിയെ പച്ച പതിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരു വിത്തിനുള്ളിൽ വലിയൊരു മരം ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ കവിതകളും. ഓരോ ഹൈക്കു, ഒന്നാമത്തെ ഹൈക്കിൽ പറയുന്നത്, ഹൈക്കു 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിക്ഷോഭത്തിൽ ഒരു പക്ഷിക്കൂട് താഴെ വീഴുന്നുണ്ട്. ആ താഴെ വീണ കുഞ്ഞുങ്ങളെ അമ്മ ഒരിക്കലും ഉപേക്ഷിച്ച് പോവില്ല, അവിടെ സ്നേഹം അത്രയും വലുതാണ്. അതാണ് ഒന്നാമത്തേൽ പറഞ്ഞത്. രണ്ടാമത്തെ ഹൈക്കുവിൽ പറയുന്നത് വിരഹിണിയുടെ ജീവിതകാലം ദുഃഖങ്ങളുടേതാണ്. ഭാദ്രപദ മാസത്തിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നല്ല ശോഭയോടുകൂടി പ്രകൃതി കാണിക്കും. എങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്തതിനാൽ ദൂരെ ആയതിനോട് മനസ്സ് വരണ്ടിരിക്കുന്നു. അതായത് അവിടെ വിരഹിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, അപ്പം അവരുടെ ദുഃഖമാണ് രണ്ടാമത്തേൽ പറയുന്നത്. മൂന്നാമത്തേൽ ഹൈക്കു 3 പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും വാർദ്ധക്യത്തെ സ്വന്തം ശത്രുവായി കരുതുന്നു. ഒരു കാര്യം തീർച്ചയാണ്, മാറ്റം പ്രകൃതി നിയമമാണ്, അതിനെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും നമ്മൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കണം. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഹൈക്കുവിൻ്റെ അർത്ഥം കേട്ടോ. നാലാമത്തെ ഹൈക്കുവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഴ ജീവൻ നൽകുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് മണ്ണിൽ ജീവൻ്റെ പുതിയ പുതിയ കവിതകൾ അന്വേഷിക്കാനായിട്ട് കൃഷിക്കാരൻ അത് ധന്യമായി തീർക്കാണ്. അപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്തതാണെന്നാണ് നാലാമത്തെ ഹൈക്കുവിൽ പറയുന്നത്. അഞ്ചാമത്തെ ഹൈക്ക് എന്ന് പറഞ്ഞാൽ, സ്നേഹം ഒരിക്കലും വാടിപ്പോകുന്നില്ല. സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മകൾ ഹരിതാപമായി നിൽക്കുന്നുണ്ട്. സ്നേഹം മാറ്റവും അതുപോലത്തെ ഏറ്റവും ശക്തമായ ബന്ധമാണ്, എപ്പോഴും ജീവനുള്ളതാണെന്നാണ് അഞ്ചാമത്തേൽ പറയുന്നത്. ആറാമത്തെ ഹൈക്കുവിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വേദനകളെ കുറിച്ച്, വേദന മനസ്സിനെ നല്ല രീതിയിൽ പവിത്രമാക്കുന്നുണ്ട്. വേദന ഉണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാത്രം ഉണ്ടാവുള്ളൂ. ഈ തത്വം മനസ്സിലാക്കാത്തവർക്ക് കണ്ണീരിൻ്റെ വില അറിയില്ല. അപ്പം മിസ് എന്താ പറഞ്ഞത്, ഓരോന്നിലും ഓരോ മീനിങ് ആണ് പറഞ്ഞത്. ഇതിനാണ് ഹൈക്കു എന്ന് പറയുക. ഇതിൽ 6 ഹൈക്കുവിലും 6 ഡിഫറെൻറ്റ് മീനിങ്ങുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് പഠിക്കാം. പ്രേമ കബിനിഹി സുരജാതി, അതായത് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കവിതയാണ്. കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലഡ്കി എന്നാണ് കവിതയുടെ പേര്. എഴുതിയിരിക്കുന്നത് പ്രൊഫസർ ഓർ എൻ.വി. കുരുപ്. അതായത് ആമ്പൽപ്പൂ വിൽക്കുന്ന കുട്ടി എന്നാണ്. കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലഡ്കി.
ഇവിടെ ഈ ഒരു കവിതയ്ക്ക് പാരമ്യം പറയുന്നത് ഇവിടെ കുമുദ് സരോവർ, അതായത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതയാണിത്. മഹത്തായ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട കവിതയാണ്. പിന്നീട് ടാഗോർ തന്നെയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇത് ഹിന്ദിയിലേക്കും അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആമ്പൽപ്പൂവ്, കുമുദ് ഫൂൽ എന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂവാണ്. ഇവിടെ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കവിതയിലെ പൂ വിൽക്കുന്ന ഒരു ദരിദ്രയായ പെൺകുട്ടി വിവശതയുടെ ചിത്രീകരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, അവിടെയും ഒരു വയ്യാത്തൊരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഉള്ള ഒരു ചെറിയ വീട്ടിലെ ഒരു അവശത നിറഞ്ഞ ഒരു സ്ത്രീയുടെ കഥാപാത്രം പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ വിവശത എന്ന ചിത്രീകരണമാണ്. അമ്പലത്തിൽ ആരാധനയ്ക്ക് വരുന്ന ഭക്തൻ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടിയെ കാണുന്നു, അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്നു, അയാളെ പുനർചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുന്നു. പൂവിൻ്റെ പൈസ പെൺകുട്ടിക്ക് നൽകി നടന്നു പോകുന്ന ഭക്തൻ മാനവതയുടെ പ്രതിരൂപമായി മാറുന്നു. അതായത് ഇവിടെ ഒരു ഭക്തനെയും അതുപോലെ തന്നെ ഈ ഒരു കുട്ടീനെയാണ് പറയുന്നത്. സ്വന്തം കാഴ്ചപ്പാടുകൾ മാറുന്നതിനാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ആ വാടിപ്പോയ ആമ്പൽ വള്ളിയെ പോലുള്ളവൾ എന്നാണൊക്കെയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദേവാലയക്ക് പാസ്, കുമുദ് സരോവർ, അതുപോലെ തന്നെ പൂജാദ്വാർ, കർണേവാലയ ദേക്ക തുടങ്ങിയത്. ഈ ഒരു ആസ്വാദന ടിപ്പണി പഠിക്കാം. ഇവിടെ മീനിങ്ങും ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അത്രയും മനസ്സിലായിക്കോളും. ഒരു ആൾ വന്ന് വാങ്ങുന്നതും ആ വാടിയ പൂവ് കാണുമ്പോൾ ആ വാടിയ അവളെയാണ് ആലോചിക്കുന്നതും, ആ പെൺകുട്ടിയുടെ മുഖം, അതായത് അദ്ദേഹം അവൾക്ക് പൂവിനുള്ള വിലയായിട്ട് ഒരു പൈസ കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം അദ്ദേഹത്തിന് സുന്ദരമായിട്ട് തോന്നുന്നുണ്ട്. ലാസ്റ്റ് അദ്ദേഹം പറയുന്ന ലൈൻ നോക്കാം, പുഷ്പമേ നീ ഈ കൊച്ചു സുന്ദരി സഹോദരിക്കുള്ള അന്നമാണ്, ഇതിലും വലിയ പുണ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ലൈനുകളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അടുത്തതാണ് സംസരൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓർമ്മക്കുറിപ്പാണ്. ചൂടിലും ഡൽഹിയിലെ വഴിയോരങ്ങളിൽ യാത്രക്കാരുടെ ദാഹം അകറ്റി നൽകുന്ന ഒരു പരോപകാരി യുവാവിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. വിശേഷപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്വന്തം പൈസ കൊടുത്ത് വെള്ളം വാങ്ങി യാത്രക്കാരുടെ ദാഹം അകറ്റുന്നു. ഇതാണ് ഈ ഒരു സ്റ്റോറി. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് പിന്നെയും ഒരു കവിത വരുന്നുണ്ട്. അത് യാത്രകളിൽ സാധനങ്ങൾ എടുക്കാൻ കൂലിയെ വിളിക്കുന്നു. കൂലിനെ കുറിച്ചിട്ടാണ്. കൂലി സാധനങ്ങളായി നടക്കുമ്പോൾ കവി സ്വയം കൂലിയെ തന്നേക്കാളും ചെറിയവനായി കരുതി 10 ചുവട് പിറകിൽ നടക്കുന്നു. യാത്രകളിൽ അദ്ദേഹം കൂലിയെ നോക്കിയിരുന്നില്ല, അയാളുടെ മുഖം തിരിച്ചറിഞ്ഞില്ല, അയാളുടെ ചുവന്ന കുപ്പായത്തിലെ നമ്പറിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ സ്വന്തം സാധനങ്ങൾ എടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ കവി സാധനങ്ങൾ ചുമക്കുന്നതിലെ വിഷമവും കഷ്ടപ്പാടും തിരിച്ചറിയുന്നു. അപ്പോൾ ഇവിടെ കൂലിയുടെ മുഖം, പരിശ്രമത്തിൻ്റെ മഹത്താണ് ഇവിടെ പറയുന്നത്. അതായത് മനുഷ്യക്ക് ഉസി രൂപ പഹഞ്ചനായി. ഇവിടെ മെയിനായിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വമാണ്, പരിശ്രമം അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഈ ഒരു കവിതയിൽ പറയുന്ന. ആസ്വാദന ടിപ്പിനി വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒരു ദാവയാനുള്ളത്. അതായത് കളിയാക്കിയിട്ട് ഹരിശങ്കർ പർസായി എഴുതിയ ഒരു ഹാസ്യ രചനയാണ് മരുന്ന്. അവിടെ അന്തിമ സമയം എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞത് മണിക്കൂറുകൾ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭാര്യ ഡോക്ടറോട് എന്ത് പറഞ്ഞു, വൈകുന്നേരം വണ്ടിയിലെത്തുന്ന മകന് അത്ര വരെ ജീവൻ എത്തിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഹൃത്ത് വന്ന് അദ്ദേഹം മണിക്കൂറോളം ജീവനോട് ഇരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങി സുഹൃത്ത് കവിയോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മധുരമായ സ്വരമെന്ന് കേൾക്കണമെന്ന് പറയുന്നത്. പക്ഷേ കവിക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട്. കവി കവിത ചെല്ലാൻ തുടങ്ങിയപ്പോൾ മകൻ മുറിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ കവിത വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയും അരികിൽ മരിച്ചു കിടക്കുന്ന സുഹൃത്തിനെയാണ് കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഹാസ്യ ഇതാണ്. മകൻ വരുന്നത് വരെ അച്ഛൻ്റെ ജീവൻ നിലനിർത്തി കൊടുക്കുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ അച്ഛനോട് കവിത വായിക്കാൻ വേണ്ടി സുഹൃത്ത് വരുന്നു, പക്ഷെ കവിത വായിച്ചപ്പോൾ സുഹൃത്ത് മരിച്ചു കിടക്കുന്നു, അച്ഛൻ അവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇതൊരു ഹാസ്യ കഥാരൂപമാണ് കേട്ടോ. ഇനി നിങ്ങൾ 8 മാർക്കിന് ഷുവറായിട്ട് പഠിക്കേണ്ട അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. അതായത് ഇവിടെ പ്ലാസ്റ്റിക് ചോടും, ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന് എതിരെയുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സഞ്ചിയാണ് നമുക്ക് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഒരു ബോക്സിലൊക്കെ വരച്ച് അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉണ്ടാവും, എല്ലാവരും വരിക എന്നൊക്കെ പറഞ്ഞ് കുത്തുകുത്തൊക്കെ ഡേറ്റൊക്കെ എഴുതാം. പിന്നെ അതിൻ്റെ സവിശേഷതകൾ എഴുതാം. पर्यावरणಕ್ಕೆ അനുകൂലനാണ്, पुण्य उपयोग करने हैं, आदि के सामान लाने सक्षम है, आपके घर में जो पुराने अनुपयोग कपड़े जो है तो हम लिए हमें आपके लिए നയേ നയേ ദൈലി തേക്ക്. ദൈലി എന്ന് വെച്ചാൽ സഞ്ചികളാണ് കേട്ടോ. അതായത് തുണി കൊണ്ടുള്ള സഞ്ചികൾ വിൽക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോക്സിലിടാം. ഹാഷാക്കിയിട്ടൊക്കെ എഴുതാം, ബോൾഡാക്കിയിട്ടൊക്കെ എഴുതാം. പിന്നെ കോൺടാക്റ്റ് വാട്സപ്പ് കാര്യം കണ്ട വാട്സപ്പ് എന്നൊക്കെ എഴുതി ശ്രദ്ധിക്കുക. ഓർഡർ കേലിയെ വാട്സപ്പ് കാര്യം ഫോൺ നമ്പർ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റർ എഴുതുമ്പോൾ ഹെഡിങ് വലുതാക്കി കൊടുക്കുക, എന്താണ് സംഭവം എന്നുള്ളത്
കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോവൽ കൊറോണ വൈറസിനെ കുറിച്ചിട്ടാണ് ലക്ഷണം എന്തൊക്കെയാണ്, സമ്പർക്ക കരയും ക്യാക്ക കരയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതിയാവും കേട്ടോ. പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ കൊടുക്കുക എന്നാണ്. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടേംസുകളൊക്കെ അവിടെ തരും നമുക്ക് ക്വസ്റ്റ്യനിൽ. അതൊക്കെ വെച്ചിട്ട് 1-2 നിങ്ങൾ വായിക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലിങ്ക്ഡ് വിത്ത് വൺസ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ എന്താ, വ്യക്തിഗതയ്ക്ക് ജീവൻ ശൈലി സെ ജുഡे രോഗോं का जीवन शैली के रोग कहते हैं. അപ്പോൾ ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ട്രാൻസ്ലേഷൻ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ലൈനുകളെങ്കിലും കൂട്ടി എഴുതാനായിട്ട് നോക്കുക. സംക്ഷേപം എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ചെയ്യാനാണ്. മെയിനായിട്ട് ഭാരതവാസ്യം എന്നാണ് വരാറ്. ഹെഡിങ് കൊടുത്തിരിക്കണം. ഒരു 3 ലൈൻ തന്നു കഴിഞ്ഞാൽ കണ്ട അതിന് 2 ലൈൻ ആക്കിയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സംക്ഷേപം എന്ന് പറയുന്നത്. പാരിഭാഷിക ശബ്ദാവലി കുറച്ചധികം ടേംസുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. പാരിഭാഷിക ശബ്ദാവലി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ആ ചാപ്റ്ററിൽ പാരിഭാഷിക ശബ്ദാവലി പഠിക്കുക. അതുപോലെ ജീവൻ വൃത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവൻ വൃത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നോട്ട്സ് നിങ്ങൾ വായിക്കുക തന്നെ വേണം. മിസ്സ് വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ മീനിങ് ഒരുവിധം മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ വായിച്ച് നല്ല രീതിയിലായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ എവരിവൺ, താങ്ക് യു.